ഗൈസ്, ഇപ്പം വീട്ടിൽ വെറുതെ ചൊറിയുമ്പോഴത്തേക്കുമാണ് എനിക്കൊരു ഇത് തോന്നിയത്. എന്താ പറയുക, എൻ്റെ ജേണൽസൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ജേണൽസ് കാണിക്കാം. എൻ്റെ എല്ലാ ജേണൽസും കാണിച്ചാൽ നിങ്ങൾക്ക് വട്ടാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ ജേണൽ ബുക്ക് കാണിക്കുന്നില്ല, പുതിയ ജേണൽ ബുക്ക് മാത്രമേ കാണിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ പുതിയ ജേണൽ കാണാം. ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. അപ്പോൾ തുറക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേണൽ. സെക്കൻഡ് ജേണൽ, ഫസ്റ്റ് ജേണൽ വരുമ്പോൾ ഒരു വിൻറ്റേജ് തീം ആണ് കേട്ടോ. ഇത് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതിനെ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ഒരു പിങ്ക് ജേണലാണ്. പിന്നെയുള്ളത് ഒരു ഫ്ലവർ ജേണൽ. ഇതൊക്കെ റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതൊരു സങ്കടം പോലൊരു ജേണൽ. പിന്നെ ഇതൊരു ബ്ലൂ ജേണൽ. തൊണ്ടൊക്കെ കുറച്ച് ഒരു ഇതുണ്ട്, ബോട്ടം എന്തെങ്കിലും. ഇത് ഓറഞ്ച് ജേണലാണ്. റെഡ് ജേണൽ, ഗ്രീൻ ജേണൽ, വയലറ്റ് എന്ന് പറയുമെങ്കിൽ ഒരുമാതിരിപ്പെട്ടൊരു ജേണൽ. ഇത് ഞാൻ തിന്ന മിഠായി കവേഴ്സൊക്കെ ഞാൻ ഫുള്ള് ഇതൊരിക്കലും കംപ്ലീറ്റ് ആകാത്ത ജേണലാണ്. ഞാൻ ഓരോ ദിവസവും കഴിക്കുന്ന മിഠായികൾ ഇങ്ങനെ ഞാൻ മുറിച്ച് ഒട്ടിക്കും, ബുള്ളറ്റ് ജേണൽ പോലെ. അപ്പം അതൊക്കെ അത് കഴിഞ്ഞ് ഇതൊരു യെല്ലോ ജേണലാണ്. ഉണ്ടോ, ഇതിൽ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇത് വയലറ്റ് ജേണലാണ്. പിന്നെ ഇതിൽ ഈ ഒരു സംഭവം വന്നത് എനിക്ക് ഒരു ഗണിത കിറ്റിൻ്റെ കൂടെ കിട്ടിയാണ്. എല്ലാം ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടോ, ഈ കാലിഗ്രാഫിയൊക്കെ ഇരുന്ന വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. കാലിഗ്രാഫി വീഡിയോസും എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പം ഞാൻ ഇതിലാണ് ജേണലിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറ് കേട്ടോ. ഇതാണ് വിൻറ്റേജ് ജേണലിന് എഴുതിയിട്ടാകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ജേണലിൻ്റെ കിറ്റ്. അപ്പം ഈ കിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വേണ്ടവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കിറ്റിൽ എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. കണ്ടോ, എല്ലാം കാണിച്ചെന്നാൽ വട്ടാവും. ഞാൻ അത് വേറെ വീഡിയോയിലിടാം. കുറേ കട്ട്സൊക്കെയാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് നോവൽസ് എന്നൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നോവൽസ്, ബുക്സ് എന്നൊക്കെ സ്റ്റിക്കി നോട്ട്സ്, നോട്ട് പാഡ്സ്, പേപ്പർ വെയ്റ്റ്സ്, പിന്നെ ഈ റോസ് ഗോൾഡൊക്കെ മാല മണിക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. ഇതൊക്കെയാണ് ഹോം മെയ്ഡ്. പിന്നെ കവറ്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇത് വിൻറ്റേജ് ജേണൽ സെറ്റാണ്. അപ്പോൾ ഞാനൊരു ക്യൂട്ട് ജേണൽ സെറ്റും കൂടി ആക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വയ്യാതെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം അത് കാണണം കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഇടാൻ നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാം നമുക്ക് വയ്യ കാണാം. പിന്നെ ഇത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എൻ്റെ ഗാലക്സി, ഇത് ഞാനുണ്ടാക്കിയ ഗാലക്സി ജാറാണ് കേട്ടോ. ഇത് സ്ട്രെസ് ഡൗണർ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സംഭവം എന്താ വെച്ചാൽ ഒരു ചില്ലിൻ്റെ ജാറ എടുക്കണ്ടേ. ചില്ലിൻ്റെ ജാറ എനിക്ക് കിട്ടിയില്ല, നല്ല ഭംഗിയല്ല. അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ജാറ എടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാണ്ട് വെക്കുക. ഇത് ക്യാമ്പിംഗ് ഡൗൺ ജാറ്, ഗാലക്സി ജാറ്, അങ്ങനെ എന്തൊക്കെയോ പറയാനുണ്ട്. ഇത് നോക്കിയിരുന്നാൽ നമ്മളെ തലക്കിലെ സ്ട്രെസ്സൊക്കെ പോകുന്ന പറഞ്ഞാൽ സ്ട്രെസ്സൊക്കെ ഡൗൺ ആവും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കറിയില്ല ശരിയാണോയെന്ന്. അപ്പം ഉണ്ടോ, അപ്പം ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാനിടാം കേട്ടോ. ഇത് ഗ്ലിറ്റർ പൊടി. അപ്പം ഇത് കണ്ടോ, ആരും കാണിക്കുന്നില്ല. അത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു പഴയ ജാറിൽ ചെയ്തതാണ്. ഉണ്ടോ, നല്ല ഭംഗിയുള്ള. ശരിക്കും ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പം നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കാൻ പണിയുമില്ല. ഇതിപ്പം ഗ്ലിസറിൻ കൊണ്ട് ഈ ഒരു പത വരുന്നത് കാര്യമാക്കണ്ട, വരും. നമുക്ക് ശേഷം തിരിയില്ലല്ലോ. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം പിന്നെ ഞാൻ ജേണൽ കിറ്റ് ആക്കുന്നത് ഇടാം. അതേപോലെ ഇതിട്ടാക്കുന്ന വീഡിയോ ഇടാം, ഗാലക്സി ജാർ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ നമുക്കിടാം കേട്ടോ. എന്തൊക്കെയോ വീഡിയോസ് വഴിയാതെ വരുന്നുണ്ട്. ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്.